ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മഹിളാ മോർച്ച സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ശബരിമലയെ ദല്ലാളുമാരുടെ കേന്ദ്രമാക്കി ഇടത് സർക്കാർ മാറ്റിയെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കുറ്റപ്പെടുത്തി. പ്രതിഷേധം മഹിളാ മോർച്ച പ്രതിഷേധം. യുവമോർച്ച നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിന് പിന്നാലെയാണ് ശബരിമല സ്വർണ്ണക്കടത്തിൽ മഹിളാ മോർച്ച സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. പ്രതിഷേധ മാർച്ച് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. ശബരിമലയെ ദല്ലാളുമാരുടെ കേന്ദ്രമായി ഇടതു സർക്കാർ മാറ്റിയെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ബി.ജെ.പി. ആവശ്യപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സെന്റ് റീത്ത സ്കൂളിൽ നടക്കുന്നത് പ്രീണന രാഷ്ട്രീയമെന്നും ഇടത് സർക്കാരിനെ നിയന്ത്രിക്കുന്നത് SDPIയും ജമാഅത്തെ ഇസ്ലാമിയെന്നും രാജീവ് ചന്ദ്രശേഖർ. ശബരിമലയിൽ കൊള്ള ചെയ്യാൻ അവർക്കൊരു ധൈര്യം, ഹിന്ദു സമുദായത്തിനെ വഞ്ചിക്കാൻ, ഉപദ്രവിക്കാൻ അവർക്ക് ധൈര്യം. ഈ ധൈര്യം എവിടുന്ന് വരുന്നു? മുന്നമ്മത്തെ ജനങ്ങൾക്ക് നീതി നൽകണമെന്ന് പറയുമ്പോൾ അത് വഖഫിന്റെ ഭൂമിയാണെന്ന് പറഞ്ഞു നടക്കുന്ന പിണറായി സർക്കാർ. പ്രീണത്തിന് എത്ര ഉദാഹരണമുണ്ട്. ശബരിമല ഒരു ഉദാഹരണമാണ്, മുനമ്മം ഒരു ഉദാഹരണമാണ്. കോതമംഗലിൽ നടന്ന ഒരു സൂയിസൈഡ്, ഒരു ക്രിസ്ത്യൻ കുട്ടീന്റെ സൂയിസൈഡിന്റെ കവറപ്പ്, അത് പീഡനരാഷ്ട്രത്തിന്റെ ഉദാഹരണമാണ്. ഇന്നലെ മിഞ്ഞാന്ന് സെന്റ് റീറ്റ സ്കൂളിൽ SDPI കേറ്റുന്ന അവര് നിർബന്ധിക്കുന്ന ഒരു കാര്യം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അതും പീഡനരാഷ്ട്രത്തിന്റെ ഒരു ഉദാഹരണമാണ്. ഈ നാട്ടിൽ കോൺഗ്രസ് പാർട്ടിയും ലെഫ്റ്റിനെ ഇന്ന് റിമോട്ട് കൺട്രോൾ ചെയ്യുന്നത് SDPIയും ജമാഅത്തെ ഇസ്ലാമിയാണ്. പക്ഷേ ഞങ്ങള് ഇനി ഹിന്ദുക്കളെ ഉപദ്രവിക്കാൻ സമ്മതിക്കില്ല. ഇത് BJP ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ശബരിമല സംരക്ഷണത്തിന് BJP പന്തളത്ത് പട നയിക്കുമെന്ന് ശോഭാ സുരേന്ദ്രൻ. പന്തളം കൊട്ടാരത്തിന് ഒരു കഥയുണ്ട്, ചരിത്രമുണ്ട്. പന്തളം കൊട്ടാരം പട മേടിച്ച് പന്തളത്ത് ചെന്നാൽ പന്തം കൊളുത്തിപ്പട. ഓർമ്മയില്ലേ എങ്ങനെയാണ് ആ പേരുണ്ടായത്? പണ്ട് പന്തളത്തെയും ശബരിമലയെയും കവർന്നെടുക്കാൻ വേണ്ടി മല കടന്ന് പന്തളത്തേക്ക് കൊള്ളക്കാർ വരുമായിരുന്നു. ആ കൊള്ളക്കാരെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി പന്തളം രാജാവ് പന്തം കൊളുത്തി പട പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് പന്തളത്ത് പടയുണ്ടായത്. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരു വാക്ക് പറഞ്ഞാൽ കാട്ടുകള്ളന്മാരായ കൊള്ളക്കാരായ ഈ പിണറായി വിജയന്റെയും മന്ത്രിമാരുടെയും മുന്നിൽ പന്തളത്തെ പടയായി മാറാൻ ഇവിടുത്തെ മഹിളാ മോർച്ചയുടെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും ഉണ്ടാകും. ശബരിമല സ്വർണ്ണക്കടത്ത് സമഗ്ര അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടും വരെ പ്രതിഷേധം തുടരുമെന്ന് മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷൻ നവ്യ ഹരിദാസ്. ഒരു ചെല്ലപ്പീരങ്കയോട് മഹിളാ മോർച്ച പ്രവർത്തകർക്ക് നേരെ വീശിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും വാലും ചുരുട്ടി വീട്ടിൽ പോകുമെന്നാണോ കരുതിയത്? ഇതിലുള്ള 2-3 പ്രവർത്തകരെ അടിച്ചൊതുക്കാൻ പോലീസ് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രിയുടെ പങ്ക് പറ്റിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇത്തരം ക്രൂര വിനോദങ്ങൾക്ക് ഒരുക്കുന്നതെങ്കിൽ മഹിളാ മോർച്ച കൈയും കെട്ടി നോക്കി നിൽക്കില്ല. അതിശക്തമായിട്ടുള്ള നിരവധി പ്രക്ഷോഭങ്ങൾക്ക് ഈ സെക്രട്ടേറിയറ്റ് സാക്ഷ്യം വഹിക്കും. ശരണം വിളിച്ച് പ്രതിഷേധിച്ച പ്രവർത്തകർക്ക് നേരെ 2 തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. വരും ദിവസങ്ങളിലും പ്രതിഷേധം തുടരാനാണ് BJPയുടെയും വിവിധ മോർച്ചകളുടെയും തീരുമാനം. ജനം, തിരുവനന്തപുരം.